വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അവൻ കാത്തിരുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യെശയ്യാവ് 5-ാം അധ്യായം 2-ാം വാക്യം. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു, അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു, നടുവിലൊരു ഗോപുരം പണിതു, ഒരു ചക്കുമിട്ടു, മുന്തിരിങ്ങ കായ്ക്കും എന്ന് അവൻ കാത്തിരുന്നു. തോട്ടക്കാരന് തന്റെ തോട്ടത്തിലെ സസ്യങ്ങളെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. അവ തഴച്ചു വളരുമെന്നും പടരണമെന്നും അവൻ ആഗ്രഹിക്കുന്നു. അവ പൂക്കുകയും സുഗന്ധം പരത്തുകയും ഫലം കായ്ക്കാൻ തുടങ്ങുകയും ചെയ്യണമെന്നും അവൻ ആഗ്രഹിക്കുന്നു. എന്നാൽ എല്ലാത്തിനുമുപരി ചെടി നല്ല ഫലം കായ്ക്കണമെന്ന് അവൻ പ്രതീക്ഷിക്കുന്നു. മുന്തിരിത്തോട്ടത്തിന് വേലി കിട്ടിയത് കർത്താവാണ്. കല്ലുകൾ പെറുക്കി മാറ്റിയവൻ, വിശിഷ്ടമായ മുന്തിരിവള്ളി നട്ടവൻ, അതിന്റെ നടുവിൽ ഒരു ഗോപുരം പണിതവൻ, ഒരു മുന്തിരിച്ചക്ക് ഉണ്ടാക്കിയവൻ. മുന്തിരിവള്ളിയിൽ നല്ല മുന്തിരിങ്ങ കായ്ക്കുമെന്നതാണ് അവന്റെ ഏക പ്രതീക്ഷ. നമ്മുടെ നന്മയ്ക്കും ഉന്നമനത്തിനും കർത്താവ് ആയിരക്കണക്കിന് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടിയുള്ള അവന്റെ ഏക പ്രതീക്ഷ അവന് നല്ല ഫലങ്ങൾ നൽകുക, അവനെ പ്രസാദിപ്പിക്കുക, അവനെ സ്തുതിക്കുക, അവന്റെ വഴികളിൽ നടക്കുക എന്നതാണ്. ദാവീദ് രാജാവ് പറഞ്ഞു, കർത്താവ് എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്തു പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും എന്ന്. ഇത് സങ്കീർത്തനം 116-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ പറയപ്പെടുന്നു. കർത്താവ് ചെയ്ത നല്ല കാര്യങ്ങൾ ഇസ്രായേൽ ജനം ഓർത്തില്ല. പിതാവായ ദൈവം തങ്ങൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ച പുത്രനെ അവർ സ്വീകരിച്ചില്ല. അവനിൽ ആശ്രയിക്കുകയും നല്ല ഫലങ്ങൾ നൽകുകയും ചെയ്യുന്നതിന് പകരം അവർ അവനെ ക്രൂശിക്കുകയും കയ്പുള്ള പുളിച്ച നീര് കുടിപ്പിക്കുകയും ചെയ്തു. എന്തെന്നാൽ എന്റെ ജനം 2 ദോഷങ്ങൾ ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവായ എന്നെ ഉപേക്ഷിച്ചു, തങ്ങൾക്ക് തന്നെ കിണറുകൾ കുഴിച്ചു, വെള്ളം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ എന്ന് യിരെമ്യാവ് 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയപ്പെടുന്നു. കർത്താവ് കണ്ണുനീരോടെ യാചിക്കുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ വിട്ടകന്നു, വിഗ്രഹങ്ങളെ പിന്തുടർന്നു, വിഗ്രഹാരാധികളായി തീർന്നതിനാൽ അവർ എന്നിൽ എന്ത് അന്യായം കണ്ടു എന്ന് യിരെമ്യാവ് 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയപ്പെടുന്നു. ദൈവമക്കളെ, കർത്താവിന്റെ കയ്യിൽ നിന്ന് എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ലഭിച്ചതിനാൽ നിങ്ങൾ കർത്താവിന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ടതല്ലേ? അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ലൂക്കോസ് 13-ാം അധ്യായം 8-9 വാക്യങ്ങൾ. അതിന് അവൻ, കർത്താവേ, ഞാൻ അതിനു ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. മേലാൽ കായ്ച്ചെങ്കിലോ? ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്നുത്തരം പറഞ്ഞു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ഉൽപ്പത്തി 27-28 അധ്യായങ്ങൾ, വൈകുന്നേരം മത്തായി 8-ാം അധ്യായം 18 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.